ഹലോ നമസ്കാരം, ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വറി ഫ്രീ റിട്ടയർമെൻറ്റ് കൺസൾട്ടൻറ്റ്. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇൻഷുറൻസിനെ കുറിച്ചും ബാങ്ക് ഡിപ്പോസിറ്റിനെ കുറിച്ചുമാണ്. ചില ആളുകൾ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നതിനെ പറ്റി പറയുമ്പോൾ അവർ പറയാറുണ്ട്, ഇൻഷുറൻസ് വേണ്ട, അതിനേക്കാൾ നല്ലത് ബാങ്ക് ഡിപ്പോസിറ്റാണ്. ഞാൻ ബാങ്ക് ഡിപ്പോസിറ്റിൽ ചെയ്യുന്നുണ്ട്. ഞാനൊരു സംഭവം പറയാം. കുറേ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ കണ്ടെത്തിയ 2 കസ്റ്റമേഴ്സ്, ഒരാളോട് ഞാൻ രണ്ടുപേരോടും ഇൻഷുറൻസ് എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഒരാൾ അതിൻ്റെ മഹത്വങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇൻഷുറൻസ് എടുക്കാൻ തയ്യാറായി. അദ്ദേഹം കൃത്യമായിട്ട് എല്ലാ മാസവും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതേസമയം മറ്റേ ആൾ പറഞ്ഞു, ഇൻഷുറൻസിൽ എനിക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ ഇൻഷുറൻസിനേക്കാൾ നല്ലത് എനിക്ക് ബാങ്ക് ഡിപ്പോസിറ്റാണ്. അയാൾ ബാങ്ക് ഡിപ്പോസിറ്റിൽ സേവ് ചെയ്യാൻ തുടങ്ങി. കുറേ നാളുകൾക്ക് ശേഷം, കുറേ മാസങ്ങൾക്ക് ശേഷം ഞാൻ ഇവരെ രണ്ടുപേരെയും ഞാൻ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ ഇൻഷുറൻസ് എടുത്ത വ്യക്തി കൃത്യമായിട്ട് അത് ഡെപ്പോസിറ്റ് ചെയ്തു പോകുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് മറന്നാൽ പോലും ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിന് കൃത്യമായി മെസ്സേജ് ചെല്ലുന്നു, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായി മെസ്സേജ് ചെല്ലുന്നു. അതുകൊണ്ട് അത് കൃത്യമായിട്ട് അടഞ്ഞു പോകുന്നുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരുവിധം നല്ല ഒരു ഫണ്ടിലേക്ക് എത്താനും സാധിച്ചു. മറ്റേ വ്യക്തി ബാങ്ക് ഡിപ്പോസിറ്റ് തുടങ്ങി. പക്ഷേ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ട് ആ നിക്ഷേപം നടത്താൻ പറ്റാതെയായി. നമ്മുടെ ജീവിതത്തിൽ പല അവസരങ്ങളിലും നമുക്ക് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിലൊരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നടത്താൻ സാധിച്ചെന്ന് വരില്ല. എന്തെങ്കിലുമൊക്കെ ഏറ്റക്കുറച്ചിലുകൾ വരുമാനത്തിലോ മറ്റോ ചിലവുകളോ കൂടുതലോ ഒക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം ഒരാൾ നമ്മളെ പുറമേ നിന്നും പുഷ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തായാലും ചോദിക്കാനോ ഇല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാറില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്ന ചില അത്യാവശ്യ കാര്യങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഈ ഒരു ഡിപ്പോസിറ്റ് ചെയ്യൽ നിർത്തി. അപ്പോൾ അത്യാവശ്യ കാര്യത്തിന് അതിൽ നിന്നും ഡെപ്പോസിറ്റ് ചെയ്ത ആ ഒരു ഫണ്ടിൽ നിന്നും കുറച്ച് എമൗണ്ട് പിൻവലിക്കുകയും ചെയ്തു. ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം കൃത്യമായിട്ടൊരു ഡെപ്പോസിറ്റ് അവിടെ നിന്ന് സേവ് ചെയ്യുന്നുമില്ല. ഉണ്ടായിരുന്ന എമൗണ്ടിൽ നിന്ന് കുറേ വിഡ്രോ ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ ഇടയ്ക്ക് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും, എന്തെങ്കിലും കിട്ടുന്നതനുസരിച്ച്, ചിലപ്പോൾ ചെയ്യില്ല, അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ ഭാവിയിൽ ഒരു അത്യാഹിതം വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന് കൃത്യമായ ഒരു സേവിങ്സ് പ്ലാൻ പോലും ഇല്ല. അതേസമയം ഇൻഷുറൻസ് എടുത്ത വ്യക്തിക്ക് ഈ ഒരു കൃത്യമായ ഒരു പ്ലാൻ ഉണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഹാബിറ്റായിട്ട് മാറിയിരിക്കുന്നു, സേവ് ചെയ്യുക എന്നുള്ളത്. അദ്ദേഹം സുരക്ഷിതനാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ബാങ്ക് ഡിപ്പോസിറ്റ് നടത്തുന്ന ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് എന്താണ് ബാങ്കിൽ നിന്നും ലഭിക്കുക? അദ്ദേഹത്തിന് അവിടെയുള്ള എമൗണ്ടോ അതിൻ്റെ ഒരു ചെറിയ ഇൻട്രസ്റ്റും കിട്ടും, അത്രയേ ഉള്ളൂ. പക്ഷേ ഒരു ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തി, അദ്ദേഹം ആ ഒരു സമയത്ത് എന്തെങ്കിലും അദ്ദേഹത്തിന് സംഭവിച്ചു പോയാൽ പോലും അദ്ദേഹം എത്ര ഒരു സമ്മർഷേഡിനാണ് അല്ലെങ്കിൽ എത്ര പർച്ചേസ് പ്രൈസിനാണ് ആ ഒരു കോൺട്രാക്റ്റ് എടുത്തത്, ആ അത്രയും തുക അദ്ദേഹത്തിന് കിട്ടുകയാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കിട്ടുകയാണ്. അപ്പോൾ ഏറ്റവും സുരക്ഷിതമായ കാര്യം എന്താണെന്ന് ഈ ഒരു സംഭവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ? അപ്പോൾ ഇതുവരെയും നിങ്ങളുടെ ജീവിതത്തിനെ നിങ്ങൾ സുരക്ഷിതമാക്കിയിട്ടില്ലെങ്കിൽ, ലൈഫിനെ സുരക്ഷിതമാക്കിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി സുരക്ഷിതത്വം നിങ്ങൾ കവറേജ് ചെയ്തിട്ടില്ലെങ്കിൽ, തീർച്ചയായിട്ടും ഇന്ന് തന്നെ ആലോചിക്കുക, ഇന്ന് തന്നെ ചെയ്യുക. കാരണം നാളെ ഇൻ കേസ് നിങ്ങളാരും ജീവിതത്തിൽ ഇല്ലാതെ പോയാലും നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരം ഇൻഷുറൻസുകൾ എല്ലാം എടുക്കുന്നത്. അപ്പോൾ അതിന് മറ്റ് സേവിങ്സോ ഇതോ നടത്തിയിട്ട് കാര്യമില്ല. ഈ ഒരു സംരക്ഷണം കിട്ടണമെങ്കിൽ നമ്മൾ ഇൻഷുറൻസ് തന്നെ എടുക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ അറിയാനും ഇൻഷുറൻസ് ചെയ്യാനും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവരും ആരോഗ്യത്തോടെയും സുരക്ഷിതത്തോടെയും ഇരിക്കുക. താങ്ക് യു. ബൈ ബൈ.